കഴിഞ്ഞ ദിവസം തൊട്ട് ഞാൻ കാണുന്ന ഒരു വീഡിയോ ആണ്. വിടട വിടട തോളിൽ കൈയിട്ട് ചിത്രമെടുത്ത് ആരാധകൻ തട്ടിമാറ്റി നസ്ലിൻ വീഡിയോ വൈറൽ എന്നുള്ള രീതിയിൽ നമ്മുടെ മെയിൻ മീഡിയയൊക്കെ ഈ ഒരു വാർത്തയൊക്കെ എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. ഞാനിതിവിടെ ആഡ് ചെയ്യുന്നില്ല, വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അത് സംഭവം എന്ന് വെച്ചാൽ ഈ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നൊരു പുതിയ പടം നസ്ലിൻ്റെ വന്നിട്ടുണ്ട്. സിനിമയുടെ പേര് എങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ആ ഒരു സിനിമ ഇപ്പോൾ റിലീസായിട്ടുണ്ടായിരുന്നു. ആ റിലീസിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴ ജില്ലയിലെ ഒരു തിയേറ്ററിൽ നസ്ലിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നസ്ലിന് വന്നപ്പോൾ ആ വീഡിയോ കാണാൻ നേരത്ത് നമ്മൾ മനസ്സിലാകുന്നു പലരോടൊപ്പവും നസ്ലിൻ സെൽഫിയൊക്കെ എടുത്ത് വരുന്നുണ്ട്. സിനിമാ നടനായതുകൊണ്ട് പല ആൾക്കാരും കൂടും സെൽഫി എടുത്ത് വരുന്നുണ്ട്. അതോടൊപ്പം അവിടെ ഒരു കേക്ക് കട്ടിങ് ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് വരുന്നതിന് വേണ്ടി തിരക്കോടെ നസ്ലിൻ വരുമ്പോൾ മറ്റൊരു പയ്യൻ പെട്ടെന്ന് വന്നിട്ട് തോളത്ത് കൈയിട്ടിട്ടൊരു സെൽഫി അങ്ങ് എടുക്കും. അപ്പം നസ്ലിൻ ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞിട്ടൊക്കെ പോയി, വീടാ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടൊക്കെ പോകണം. പക്ഷേ ആ ഒരു സംഭവം എടുത്ത് കട്ട് ചെയ്തിട്ട് ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് ഞാൻ ഒരു കാരണവശാലും രണ്ടുപേരെയും കുറ്റമൊന്നും പറയുന്നില്ല. ഒരു ആരാധകൻ എന്നുള്ള രീതിയിൽ ഒരു സിനിമാ നടനെ പെട്ടെന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ഫോട്ടോയ്ക്ക് എടുക്കാനുള്ള താല്പര്യം തോന്നും. ആ ഒരു താല്പര്യമാണ് ആ ചെറുപ്പക്കാരൻ തോന്നി. ഈ ഒരു ഒറ്റ വീഡിയോയുടെ പേരിൽ ഞാൻ ആ ചെറുപ്പക്കാരനെ ആക്ഷേപിക്കാനൊന്നും ഉദ്ദേശിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഒരാളോട് ഒരു ചിത്രമൊക്കെ എടുക്കാൻ പോകാൻ നേരത്ത് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്നുള്ളത്. അത് ഭയങ്കര കൃത്യമായൊരു ചോദ്യമാണ്. നമ്മളൊരു സിനിമ കാണുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നമ്മൾ കഥകൾ വായിക്കുമ്പോൾ എഴുത്തുകാരനാണ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനാണ് എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇടിച്ചു കയറുന്നത് ഒട്ടും മര്യാദയല്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇതിൻ്റെ ഒരു എക്സ്പ്ലെയിൻ എന്നുള്ള രീതിയിൽ ആ പയ്യൻ തന്നെ പറയുന്നുണ്ട്, മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നും അല്ലല്ലോ എന്ന്. മോഹൻലാലോ മമ്മൂട്ടി അല്ല, ഒരു സാധാരണക്കാരനായിക്കോട്ടെ, ഞാനും നിങ്ങളും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ നമ്മളൊരു ചോദ്യം ചോദിക്കണം, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ. നമ്മുടെ നാട്ടിൽ നമ്മൾ മലയാളികൾ വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പുലർത്തുന്നത് വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകയോട് സംസാരിച്ചു. അന്നത് വലിയ വിവാദമായിരുന്നു. അപ്പോൾ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരുടെ തോളത്ത് കൈ വെച്ച് സംസാരിച്ചു. അപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ടായത് തെറ്റാണ്. നമ്മളിപ്പോൾ ഒരാൾ നിൽക്കുന്നു, നമ്മളൊരാളോട് സംസാരിക്കാൻ നേരത്ത് നമ്മൾ തോളത്ത് കൈ വെക്കുമ്പോൾ അതൊരു തെറ്റായ രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോടൊപ്പം നിൽക്കേണ്ട, ആ സ്ത്രീയോടൊപ്പം നിൽക്കേണ്ട. അത് പുരുഷനാണെങ്കിൽ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നിൽക്കും. പക്ഷേ സുരേഷ് ഗോപി ഒന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാപ്പ് പറഞ്ഞതിന് ശേഷം അത് പീഡനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് സമ്മതിച്ചു തരാൻ പറ്റത്തില്ല. സുരേഷ് ഗോപി പിടിച്ച് പെണ്ണ് പിടിയാനാക്കുന്ന ഒരു രീതി അന്നുണ്ടായിരുന്നു, അതൊന്നും നമ്മൾ സമ്മതിക്കുന്നില്ല. പക്ഷേ സുരേഷ് ഗോപി അന്ന് പറഞ്ഞ പോലെ ഒരാളുടെ ശരീരത്തിന് അനുവാദമില്ലാതെ ജസ്റ്റ് ടച്ച് ചെയ്തു, അതൊരു തെറ്റായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പം നടനായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ചോദിക്കണം, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊരു ചോദ്യം ചോദിക്കാൻ അവർ ഓക്കെ എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഫോട്ടോ എടുക്കണം. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടൊരു കാര്യമാണ്, ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകാൻ നേരത്ത് പലപ്പോഴും നമ്മൾ അറിയപ്പെടുന്ന ചില ആൾക്കാരെയൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, നമ്മൾ പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഭക്ഷണം കഴിക്കുന്ന ഒരാളെ എടുത്ത് പോയിട്ട് ഞാനൊരു ഫോട്ടോ എടുത്ത്, ഞാൻ പലപ്പോഴും പല വീഡിയോസും കണ്ടിട്ടുണ്ട്, ഇവർ ആരെങ്കിലുമൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോഴായിരിക്കും ഒരാൾ എന്നിട്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് ഇരിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി അവിടെ ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അയാൾ അത് എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ രുചിയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ മനസ്സിൽ അന്നേരം ആ സമയത്ത് പല തരത്തിലുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഒരു കാരണവശാലും പോയി ഉപദ്രവിക്കരുത് എന്നെനിക്ക് തോന്നിയിട്ട്. പല ഈ യൂട്യൂബർമാരുടെ വീഡിയോ കാണാൻ നേരത്തെ ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുന്നതിന് എടുത്ത് പോയിട്ട് ആൾക്കാർ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അത് തെറ്റാണ്, അത് വളരെ മോശം. ഇപ്പം ചില ആൾക്കാർ പറഞ്ഞ കേട്ടോ, ഈ നസ്ലിൻ്റെ കാര്യം തന്നെ പറയുന്ന പോലെ, ഈ മോഹൻലാലും മമ്മൂട്ടിയും അല്ലെന്നുണ്ടെങ്കിൽ നസ്ലിനാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ടിക്കറ്റ് എടുത്തതുകൊണ്ടല്ലേ നീയൊക്കെ സൂപ്പർ സ്റ്റാർ ആവുന്നതെന്നാണ്. ശരിയാണ്, ആൾക്കാരുടെ പിന്തുണ ആവശ്യമാണ്, ഏത് വ്യക്തിക്കും ആൾക്കാരുടെ പിന്തുണ ആവശ്യമാണ്. പക്ഷേ നമ്മളെപ്പോഴും ഒരു സിനിമ കാണാൻ പോകുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ്, അല്ലേ? നമ്മളിപ്പോൾ അടുത്ത സമയത്ത് മോഹൻലാലിൻ്റെ എത്രയോ സിനിമകൾ പരാജയമായി പോയി, എത്ര സിനിമ നമ്മളെല്ലാം പോയി കണ്ടു. അങ്ങനെ മോഹൻലാലിൻ്റെ സിനിമ വരാൻ നേരത്ത് എത്ര മോശം പടമാണെന്നുണ്ടെങ്കിലും പോയി കണ്ട് വിജയിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ ഏതെങ്കിലും സിനിമ പരാജയമോ ഇല്ല. മോഹൻലാലിൻ്റെ നല്ല സിനിമയെ നമ്മൾ കാണത്തുള്ളൂ, മമ്മൂട്ടിയുടെ നല്ല സിനിമയെ നമ്മൾ കാണത്തുള്ളൂ, നസ്ലിൻ്റെ നല്ല സിനിമയെ നമ്മൾ കാണത്തുള്ളൂ. നമ്മളൊരു 150 രൂപ 200 രൂപ ചിലവാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷത്തിന് വേണ്ടിയാണ്. ആ 2.5 മണിക്കൂർ നമ്മൾ എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഫാമിലിയായിട്ട് പോയി എൻജോയ് ചെയ്യാനും ചിരിക്കാനും ഒക്കെ വേണ്ടി തന്നെയാണ് നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നത്. അതല്ലാതെ 150-200 രൂപ കൊടുത്ത് ഒരു നടനാക്കാനോ, ഒരു നടനെ പിടിച്ച് നമ്മൾ സൂപ്പർ സ്റ്റാർ ആക്കാനോ, ആ നടൻ്റെ അക്കൗണ്ടിലേക്ക് പണം വെറുതെ കൊടുക്കാനോ അല്ല നമ്മളൊരു സിനിമയ്ക്ക് പോകുന്നത്. അപ്പം അത്ര അവകാശവാദങ്ങൾ തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ രണ്ടുപേരും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇനിയെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു അനുവാദം ചോദിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ അടുത്ത് ഒരാൾ പെട്ടെന്ന് ഇടിച്ചു കയറി വരുമ്പോൾ, നമുക്ക് ഇതൊരു പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് ഇടിച്ചു കയറി വരുന്നത് നമ്മൾ ഒട്ടും ഓക്കെ ആയി എന്ന് വരത്തില്ല. അതേസമയം നമ്മുടെ മുമ്പിൽ വന്നിട്ട്
നിങ്ങളല്ലേ, എനിക്ക് മനസ്സിലായി, എന്നാൽ നമുക്കൊരു ഫോട്ടോ എടുത്താലോ, ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ കറക്റ്റ് വഴി എന്ന് പറയുന്നത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും പ്രശ്നമില്ല. പിന്നെ ഒത്തിരി നമ്മൾ ജാടയും വേലയും കാണിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ നസ്ലിനെ കുറ്റപ്പെടുത്തേണ്ടയോ, നസ്ലിനെ അപമാനിക്കേണ്ടോ, നസ്ലിൻ ഞാൻ കാരണമാണ് സിനിമാ നടനായത്, മോഹൻലാലോ മമ്മൂട്ടിയോ ഒന്നും അല്ലല്ലോ എന്നൊന്നും പറഞ്ഞ് ഈ ഒരു വിഷയത്തെ ഒന്നും വളച്ചൊടിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും നമ്മൾ മറക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, നമ്മുടെ ബാഗിലും അല്ല നമ്മുടെ ഫയലിനകത്ത് വലിയ വലിയ സർട്ടിഫിക്കറ്റൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ നമ്മൾ പല സ്ഥലങ്ങളിലും പെരുമാറുന്ന രീതി വളരെ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ചോദിക്കാമല്ലോ, നമ്മൾ അവിടെ ചോദിക്കാമല്ലോ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. അതല്ല, പിന്നെ വേറെ കാര്യം എന്താ അറിയോ, ചില ആൾക്കാർ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ആൾക്കാരോടൊപ്പം ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. ഞാനും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ മഹാനൊന്നും അല്ല. പിന്നാണ് ഞാനത് ചിന്തിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ നോക്കുക, നമ്മൾ പെട്ടെന്ന് കയറിയിട്ട് അയാളുടെ തോളത്ത് കൈയിട്ട് ഒരു ഫോട്ടോ എടുക്കും, നമ്മളത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാൻ ഒരു രസം. ഇത് കണ്ടോ സെലിബ്രിറ്റി അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ഒപ്പം ലോണ്ടിലാവാൻ നിൽക്കുന്നൊക്കെ നോക്കാം. എന്നിട്ട് ഈ ഫുൾ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നു, അപ്പുറം എല്ലാ ആൾക്കാരും ക്യാമറ ആയിട്ട് ഇരിക്കുന്നു. ഇതിനിടയിൽ നമ്മൾ കഷ്ടപ്പെട്ട് പോയി ഒരു ഫോട്ടോ എടുത്തത്. ചില ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഈ നടന്നു പോകുന്നതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവർ മനസ്സിൽ വിചാരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ഈ ആളെ കണ്ടു എന്നുള്ളത്. അങ്ങനെയാണോ? അതാണ് യഥാർത്ഥത്തിലൊരു വിജയം അല്ല. ഞാനത് പിന്നെയാണ് മനസ്സിലാക്കിയത്. നമ്മളൊരു വിജയം എങ്ങനെയാണ്, നമ്മുടെ ഒരാളോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ നമ്മളെ മനസ്സിലാക്കണം, നമ്മൾ അയാളെ മനസ്സിലായിരിക്കണം. ഞാൻ എന്തുകൊണ്ട് അയാളുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുത്തു, അല്ലെങ്കിൽ എന്നോടൊപ്പം ഫോട്ടോ എടുക്കാൻ നേരത്തെ ഒരു സെലിബ്രിറ്റി ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എൻ്റെ പേരെങ്കിലും അറിയുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്നിരിക്കണം. മനസ്സിലായില്ലേ? ആ രീതിയിൽ എത്തിയതിന് ശേഷമേ നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാവൂ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു മനോഭാവം. കാരണം നമ്മൾ തമ്മിൽ സംസാരിച്ചു, എൻ്റെ പേര് അയാളോട് പറയുന്നു, അയാളുടെ പേര് എന്നോട് പറയുന്നു, ഓക്കെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് എന്നാൽ നമുക്കൊരു ഫോട്ടോ എടുത്താലോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, നമുക്ക് എടുക്കാം. അപ്പം നിങ്ങളുടെ പേര് പറഞ്ഞു അഭിലാഷോ അനന്തുവോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് തനൂപേ, നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ നേരത്തെ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് മനസ്സിലാവും. മറ്റേന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ നിന്നിട്ടൊക്കെ ഫോട്ടോസാണ് വരുന്നത്. അതല്ല, നമ്മളിങ്ങനെ ചേർന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ നേരത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും ആ ഫോട്ടോയിൽ നിന്ന് മനസ്സിലാക്കുക ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഇവർ തമ്മിൽ പരസ്പരം അറിയാവുന്നവരാണ് എന്നുള്ള രീതിയിലൊരു ഒരു മനസ്സിലാക്കലുണ്ട്. അവിടെയാണ് ഇതൊരു വിജയം എന്ന് പറയുന്നത്. അതല്ല നമ്മൾ തള്ളിക്കയറി നമ്മുടെ ഐഡൻറ്റിറ്റി, ഞാനും നിങ്ങളും നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. എത്ര സൂപ്പർ സ്റ്റാർ ഓപ്പോസിറ്റ് നിന്നാലും ഞാൻ എന്ന വ്യക്തി, നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി അവിടെ പോയി കളയേണ്ടതായിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം എന്നാണ് എനിക്കിവിടെ പറയാം. ആദ്യമായിട്ട് പേജ് കാണുന്നവർ ഞാൻ പറഞ്ഞ കാര്യം കൃത്യമാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുന്നവരും മറക്കരുത്. ഒരു കമൻറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഇടാൻ ശ്രമിക്കുക.